ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ലോക തണ്ണീർത്തട ദിനാചരണത്തിന്റെ ഭാഗമായി ജൈവ കർഷകരെ ആദരിച്ചു. കർഷകർക്ക് ജൈവവളങ്ങളും PH ബൂസ്റ്ററും നൽകി. ദർശനം ഗ്രന്ഥശാലയിൽ നടന്ന പരിപാടി എഴുത്തുകാരൻ S. അനിലാൽ ഉദ്ഘാടനം ചെയ്തു. തണ്ണീർത്തടങ്ങളും ജനങ്ങളും എന്ന ഈ വർഷത്തെ വിഷയത്തെ കേന്ദ്രീകരിച്ച് ദർശനം ഗ്രന്ഥശാല പ്രവർത്തന പരിധിയിലെ ജൈവ കർഷകരെ ജൈവവളങ്ങളും PH ബൂസ്റ്ററും നൽകി ആദരിച്ചു. ലോക തണ്ണീർത്തട ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർഷകരായ ശശികല മഠത്തിൽ, അബ്ദുൾ സത്താർ, MK അനിൽകുമാർ, A. സുധീർ, MN രാജേശ്വരി, N. സിദ്ധാർത്ഥൻ, രമേശൻ കോരക്കാത്ത്, സത്യൻ തോട്ടത്തിൽ, PV ദേവസ്യ, കൂൺ കർഷകൻ PT ഗുണപ്രസാദ്, ദർശനം സാംസ്കാരിക വേദി കൺവീനർ A. വിഷ്ണു നമ്പൂതിരി എന്നിവർ ആദരമേറ്റുവാങ്ങി. ഇൻഡോ അമേരിക്കൻ എഴുത്തുകാരൻ S. അനിലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച സുഭാഷ് ചന്ദ്രന്റെ ജ്ഞാനസ്നാനം, ഷീല ടോമിയുടെ കിളിനോച്ചിയിലെ ശലഭങ്ങൾ, T. പത്മനാഭന്റെ കരുവന്നൂർ എന്നീ കഥാസമാഹാരങ്ങൾ രചയിതാക്കളുടെ കയ്യൊപ്പോടെ ദർശനം നിർവാഹക സമിതി അംഗം V. ഹരികൃഷ്ണൻ അനിലാലിന് കൈമാറി. അനിലാലിന്റെ 3 പുസ്തകങ്ങൾ ജോയിന്റ് സെക്രട്ടറി P. ദീപേഷ് കുമാർ ഏറ്റുവാങ്ങി. വിത്തുകളുടെ പഠനം നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ മിഥുൻ വേണുഗോപാൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA പൊളിറ്റിക്കൽ സയൻസിൽ റാങ്ക് നേടിയ കളാണ്ടിത്താഴം സ്വദേശി സുവിൻ K. സതീഷ്, ബ്രാസ് ബാൻഡിൽ ദേശീയ തലത്തിൽ 3ാം സ്ഥാനത്തെത്തിയ ആംഗ്ലോ ഇന്ത്യൻ ഗേൾസിലെ +1 വിദ്യാർത്ഥിനി ശ്രേയ കൃഷ്ണ എന്നിവരെയും മൊമെന്റോ നൽകി ആദരിച്ചു. തണ്ണീർത്തട വിഷയത്തെ ആസ്പദമാക്കി ശില്പി ആർട്ടിസ്റ്റ് ഗുരുകുലം ബാബു തത്സമയം വരച്ച ക്യാൻവാസ് ചിത്രം അനിലാലിന് സമ്മാനിച്ചു. വിനീഷ് വാസു, കർഷകൻ PV ദേവസ്യ, ഡോക്ടർ മിഥുൻ വേണുഗോപാൽ, ദർശനം ബാലവേദി മെന്റർ P. തങ്കം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം PK ശാലിനി എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് P. സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി MA ജോൺസൺ, ദർശനം കാർഷിക വേദി കൺവീനർ A. വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി സംസ്ഥാന